സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിനു വേണ്ടി കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിൻ്റെ വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നു മുതൽ മാർച്ച് 2 വരെ നാടകത്തിൻ്റെ 8 ദിനരാത്രങ്ങൾക്കാണ് തൃശ്ശൂർ നഗരം സാക്ഷിയാകുന്നത്. 15 നാടകങ്ങൾ 3 വേദികളിലായി അരങ്ങിലെത്തുന്നു. ഈജിപ്ത്, ഇറാഖ്, ഹംഗറി, ശ്രീലങ്ക, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നായി 5 വിദേശ നാടകങ്ങളും 10 ദേശീയ നാടകങ്ങളുമാണ് അരങ്ങിലെത്തുന്നത്. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യാശയും അതിജീവനവും പ്രമേയമാകുന്ന കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്, പ്രതിരോധത്തിൻ്റെ സംസ്കാരങ്ങൾ എന്ന ആശയമാണ് ഇറ്റ്ഫോക്ക് 2025 മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റ്ഫോക്കിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഇപ്പോൾ 3 മണിയുടെ നാടകം കഴിഞ്ഞ് കാണികളെല്ലാവരും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രേക്ഷകൻ നിലയിൽ നമുക്കൊരു ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പപ്പറ്റ്സിൻ്റെ ഒരു ഇതായിരുന്നു, നന്നായിരുന്നു. ആദ്യമായിട്ടാണോ ഇറ്റ്ഫോക്കിൽ വരുന്നത്? അല്ല, ഞാൻ എല്ലാ വർഷം വരാറുണ്ട്. കഴിഞ്ഞ 2-3 വർഷം തുടർച്ചയായിട്ട് വരാറുണ്ട്. അതിന് മുമ്പ് ഞാൻ ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിൽ നാടക പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഞാൻ റിട്ടയർ ആവുന്നത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തുടർച്ചയായിട്ട് വരാൻ തുടങ്ങിയത്. ഏത് ഭാഷയിലുള്ള നാടകമായിരുന്നത്? ഇത് ഹിന്ദിയും ഇംഗ്ലീഷും കൂടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ മലയാളം ടൈറ്റിൽസ് ഉണ്ട്. അല്ലാതെ കണ്ട് തന്നെ ഹിന്ദിയും ഇംഗ്ലീഷും ഇടകലർന്നിട്ടുള്ള ഒരു ഭാഷയിലാണ് അവതരിപ്പിച്ചിരുന്നത്. മനസ്സിലാക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വളരെ കമ്മ്യൂണിക്കേറ്റഡ് ആയിരുന്നു. മുൻ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഇറ്റ്ഫോക്കിൽ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്? വ്യത്യസ്തത എന്ന് വെച്ചാൽ തുടക്കമല്ലായിട്ടുള്ളത്. ആദ്യത്തെ നാടകമാണ് കഴിഞ്ഞത്. വ്യത്യസ്തതയുണ്ട്. എല്ലാ വർഷവും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇതും വ്യത്യസ്തമായിട്ടുള്ളൊരു അവതരണം തന്നെയായിരുന്നു. എന്തായാലും ഇല്ല, ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഒരു നാടകത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിഹേഴ്സലും കൂടി അതുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ഇത് ബാക്കിയുള്ള ദിവസങ്ങളൊന്നും കാണാൻ കഴിയില്ല.
ഇരുപത്തെട്ടാം തീയതി ഒരു നാടകം ചാഴൂർ എന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതിൽ മെയിൻ ക്യാരക്ടർ ഞാനേ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ. ഇറ്റ്ഫോക്ക് 2025 ആദ്യത്തെ നാടക പ്രദർശനം ഇപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കതിൻ്റെ പ്രേക്ഷകനോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ടായിരുന്നു നാടകം? പുരാതനവും ഇപ്പോൾ സമകാലികവും രാഷ്ട്രീയത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ കഥ പറയലാണ് നൈറ്റ്സ് എന്ന് പറയുന്ന പപ്പറ്റ് തിയേറ്റർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും കാലിക പ്രസക്തിയുള്ള ഒരു തിയേറ്ററിൻ്റെ വർക്കാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. തികച്ചും ഇന്നത്തെ ഈ ഇരുണ്ട ലോകത്തിൽ അതിൻ്റെ ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണ് നാടകവും തിയേറ്ററും പ്രേക്ഷകരോട് സംവദിക്കുക എന്നുള്ളത് ഈ നാടകം അതിൻ്റെ സർഗാത്മകതയിൽ കൂടി ജനങ്ങൾ കാണികൾക്കും അതിനെ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് എത്രമാത്രം ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് അത് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും പ്രസക്തിയുള്ള രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ ഒരു നാടകമാണ്, തിയേറ്ററാണ്. അത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പപ്പറ്റ് തിയേറ്റർ. ഡൽഹിയാണ് അതിൻ്റെ ഇത്. അവർ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വർഷത്തെ ഇതിൻ്റെ വിഷയം തന്നെ പ്രതിരോധത്തിൻ്റെയും ഇതിൻ്റെ പ്രതിരോധമാണെന്ന് തോന്നുന്നു ഇവരുടെ ക്യാപ്ഷൻ. അത് കൃത്യമായിട്ട് അതിനെ കൂടുതൽ പുലർത്തുന്ന തിയേറ്ററാണ് ഇത്. വളരെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വളരെ താല്പര്യം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പൊളിറ്റിക്സ് പറയുന്നുണ്ട് നാടകത്തിൻ്റെ. അത് പ്രതിരോധത്തിൻ്റെയും ഇന്നത്തെ അത് പുരാതനവും ഇന്നത്തെ കാലത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയവും കൂടിയിട്ട് പറഞ്ഞു വരുന്ന ഇതാണ്. എന്തുകൊണ്ടും കാലിക പ്രസക്തിയുള്ളതാണെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സംസ്കാരവും നമ്മുടെ ഈ അടുത്ത കാലത്ത് ഈ അമേച്ചർ നാടക മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ മാടം മോഷം, അത് ജോബ് എത്രമാത്രമാണ് ഇവിടുത്തെ സവർണ ബ്രാഹ്മണിക്കൽ ഇതിനെ അവതരിപ്പിച്ചെന്നുള്ളത് നിങ്ങൾ ആ നാടകം കണ്ടാൽ അറിയാം. ഈ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ദലിതരുടെ ക്ഷേത്രമായിരുന്നു. അത് എങ്ങനെയാണ് ബ്രാഹ്മണാധിപത്യം ഇവിടെ സ്ഥാപിക്കുന്നത് എന്നുള്ളത് മാടം മോഷം കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടാൽ അറിയാം. അതുകൊണ്ടാണ് അത് ഏറ്റവും നല്ല നാടകമായിട്ട് മാറി. അതുപോലെ രണ്ടാമത്തെ നാടകം പൊറോട്ട എന്നുള്ള നാടകം നിഖിൽദാസ് അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മനുവാദികൾ എങ്ങനെയാണ് എല്ലാ അബോധ മനസ്സിലും നമ്മുടെ പുരോഗമനം എന്ന് പറയുന്ന മലയാളികൾക്ക് അവരുടെ ജാതി വാല് എത്രമാത്രം കൊണ്ടു നടക്കുന്നുള്ളത് ആ നാടകം കണ്ടാൽ, പൊറോട്ട എന്നുള്ള നാടകം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൃത്യമായിട്ട് വരച്ച് കാട്ടുന്നുണ്ട്. ആ നാടകത്തിൻ്റെ ആ തിയേറ്ററിൻ്റെ എൻഡ് ചെയ്യണത് തന്നെ അബ്ദേക്കറിൽ കൂടെയാണ് അവസാനിപ്പിക്കുന്നത്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ദലിത് രാഷ്ട്രീയം. ഈ ജനാധിപത്യം ഭരണവർഗ രാഷ്ട്രീയ പാർട്ടിക്കെല്ലാം ബദലായിട്ട് ഒരു ദലിത് മൂവ്മെൻറ്റ് ഇവിടെ ഉയർന്നു വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് ആ പൊറോട്ട എന്നുള്ള നാടകത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ ജാതിവാലുണ്ട്, ഇവിടെ മനുസ്മൃതിയാണ്, തൂത്താലും പോവാത്ത ഇവിടെ ഈ ജാതി ഉണ്ട്. അതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്, ഇന്ത്യയുടെ ശാപമാണ് ജാതി എന്ന് പറഞ്ഞത്. നിങ്ങൾ എത്രമാത്രം ഇന്ത്യക്കാർക്ക് എത്രമാത്രം ബ്രിട്ടീഷുകാരെ സ്വാതന്ത്ര്യമാണ്, അത്രമാത്രം സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇവിടുത്തെ ബ്രാഹ്മണരെ കയ്യിൽ നിന്ന് വേണമെന്ന് അംബേദ്കർ ഇവിടെ ഊണിപ്പറഞ്ഞത്. അതാണ് ആ നാടകം വരച്ച് കാട്ടുന്നത്. അതാണ് തിയേറ്റർ എങ്ങനെയാണ് സമൂഹത്തിനോട് ബാധ്യത കാണിക്കുന്നത്. ഇവിടെ മാർക്സും ഗോർക്കി പറഞ്ഞ മാതിരി നമുക്കൊരു പക്ഷമുണ്ട്. ആ പക്ഷം ജനപക്ഷമാണ്, ചൂഷണത്തിനെതിരായിട്ടുള്ള പക്ഷമാണ്. അതാണ് തിയേറ്ററിൻ്റെ ദൗത്യം. അത് കൃത്യമായിട്ട് ഇവിടുത്തെ നാടകങ്ങൾ വരച്ച് കാട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മോടൊപ്പം ഉടുപ്പിയിൽ നിന്നും ഇറ്റ്ഫോക്ക് നാടകോത്സവത്തിലേക്ക് ಎತ್ತಿಯ ವ್ಯಕ್ತಿಯುಂಟು. നമുക്ക് അദ്ദേഹത്തിൻ്റെ ವಿಶೇಷങ്ങൾ ചോദിച്ചു ನೋക്കാം. ಕರ್ನಾಟಕದ ಉಡುಪಿಯಿಂದ ಬಂದಿದ್ದೀನಿ. ನಾನೊಂದು 40 ವರ್ಷದಿಂದ ಕರ್ನಾಟಕದಲ್ಲಿ ಥಿಯೇಟ್ರ್ ವರ್ಕ್ ಮಾಡ್ತಾಯಿದ್ದೀನಿ. ನಾವು ನಮ್ಮ ದೇಶದಲ್ಲಿ ನಡೀತಾ ಇರುವ ಬೇರೆ ಎಲ್ಲ ಫೆಸ್ಟಿವಲ್ಗಳನ್ನು ನೋಡ್ತಾ ಇದ್ವಿ. ಆದರೆ ಇಟ್ಫೋಕ್ ಬಗ್ಗೆ ಒಂದು ಬೇರೆದೇ ಆದಂಥ ಹೆಸರಿದೆ, ಇದಕ್ಕೆ ಒಂದು ಘನತೆ ಇದೆ. ಭಾರತ ರಂಗ ಮಹೋತ್ಸವಗಿಂತನೂ ಹೆಚ್ಚು ಸ್ಟ್ಯಾಂಡರ್ಡ್ ಆಗಿರುವ ಒಂದು ಡ್ರಾಮಾ ಫೆಸ್ಟಿವಲ್ ಇಟ್ಫೋಕ್ ಅಂತ ಯಾವತ್ತಿಂದಲೂ ನಮ್ಮ ಎಲ್ಲ ಸ್ನೇಹಿತರು ಹೇಳ್ತಾಯಿದ್ರು. ಈ ವರ್ಷ ಎಲ್ಲ ನಾಟಕಗಳನ್ನು ನೋಡಬೇಕು, ಇಲ್ಲಿಯ ಗೋಷ್ಠಿಗಳಲ್ಲಿ ಭಾಗವಹಿಸಬೇಕು ಅಂತ ನಮ್ಮ ಸ್ನೇಹಿತರು ಶಿವಮೊಗ್ಗದಿಂದ ಬಂದಿದ್ದಾರೆ, ಅವ್ರನ್ನ ಕರ್ಕೊಂಡು ಬಂದಿದ್ದೀನಿ. ഇവിടെ ഇറ്റ്ഫോക്ക് നാടകോത്സവത്തിൽ അടുത്ത നാടകത്തിന് വേണ്ടി ടിക്കറ്റ് എടുക്കാനായി കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. എവിടുന്നാണ് വരുന്നത്? തൃശ്ശൂർ തന്നെയാണ്. എൻ്റെ പേര് സനന്ദൻ.
ആദ്യമായിട്ടാണോ ഇറ്റ് ഫോക്കിന് വരുന്നത്? അല്ല, ഞാൻ എല്ലാ കൊല്ലം ഇറ്റ് ഫോക്കിന് വരാറുണ്ട്. എങ്ങനെയാണ് ഇറ്റ് ഫോക്കിന്റെ എക്സ്പീരിയൻസ്? ഇറ്റ് ഫോക്ക് വളരെ നല്ലൊരു ഫെസ്റ്റിവലാണ്. ഇന്ത്യയിലെ തന്നെ വലിയൊരു ഫെസ്റ്റിവലാണല്ലോ ഇറ്റ് ഫോക്ക്. നാടകമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റുന്ന വലിയൊരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഇവിടെ പുറത്തുനിന്നുള്ള നാടകങ്ങൾ കാണാനൊക്കെ ഉള്ള ഒരു അവസരമല്ലേ, നമ്മൾ കാണാറുണ്ട്. ഓൺലൈനിൽ ടിക്കറ്റ് വിൽക്കണ രാവിലെ ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ടൈമാണ്. ഇപ്പോൾ 7 മണി 7:30 പ്ലേക്ക് നമ്മൾ 4 മണി തൊട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരി നിൽക്കുകയാണ് എല്ലാവരും. നാടകങ്ങളപ്പോൾ അത്ര ഇഷ്ടമാണല്ലേ? നാടകങ്ങളൊക്കെ കാണാൻ ഇതൊക്കെ സുഹൃത്തുക്കളാണ് എടുത്തിരിക്കുന്നത്. എന്താ പേര്? ഹരി. നാടകം കാണാറുണ്ടോ? അഭിനയിക്കാറുണ്ട്. ഓക്കെ. ഇപ്പോഴും നാടകം അഭിനയിക്കുന്നുണ്ടോ? ഡിസൈനർ വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ടാണോ ഇറ്റ് ഫോക്ക്? അപ്പോൾ എക്സൈറ്റഡ് ആണോ ഇനിയുള്ള നാടകങ്ങൾ കാണണം? മ്യൂസിക് ഷോ തുടങ്ങാറ്, ഏതൊക്കെ കാണണം, എൻജോയ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് വേറൊരാളുണ്ട്. എന്താ പേര്? വരുൺ. എവിടെ വീട്? തൃശ്ശൂർ. ഇറ്റ് ഫോക്കിൽ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി വരി എപ്പോഴാണ് തുടങ്ങുന്നത്? ടിക്കറ്റ് കൊടുക്കല് 7 മണി. അപ്പോൾ 7 മണി വരെ ഇവിടെ ഇരിക്കാനാണ് ഇവിടെ. ഓക്കെ. എന്താ പേര്? വിഘ്നേഷ്. ഇറ്റ് ഫോക്കിന് വന്നിട്ടുണ്ടോ? അപ്പോൾ ഇവരുടെ കൂടെ അപ്പോൾ കമ്പനി അടിച്ചിരിക്കുകയാണ് എല്ലാവരും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നാടകം കാണാൻ കാത്തിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജോസ്. ഇറ്റ് ഫോക്കിന് വരാറുണ്ടോ സാധാരണ? ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എവിടെ വീട്? വീട് ചേർപ്പ് എന്ന് പറയും. ചേർപ്പ്. ഓക്കെ. അപ്പോൾ നീ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റിംഗ് ആണ്? വെയിറ്റിംഗ് ആണ്. ഇത് മലയാള നാടകമാണോ അടുത്തത് വരാൻ പോകുന്നത്? അടുത്തത് മലയാളമല്ല, മലയാളമല്ല, ഹിന്ദി നാടകമാണ്. അപ്പോൾ ആദ്യമായിട്ടാണോ? നാടകങ്ങൾ കാണാറുണ്ടോ പൊതുവെ? നാടകങ്ങൾ ഇപ്പോൾ അടുത്തിടെ എന്ന് പറയാ, ഈ പ്രായാധിക്യത്തിൽ നാടകത്തെ പ്രേമിക്കുകയാണ് ഇപ്പോൾ. ഇഷ്ടമായി തുടങ്ങി. സിനിമകളൊക്കെ കാണാറുണ്ടോ? സിനിമകളൊക്കെ കാണാറുള്ളതാണ്. ഏത് തരം സിനിമകളാണ് ഇഷ്ടം കൂടുതൽ? അങ്ങനെ സിനിമയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഉടനെ സിനിമ ഒന്നും കാണാറില്ല ഞാൻ. അതാണ്. ഓക്കെ. അപ്പോൾ നാടകം അത്രയും ഇഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് അതന്നെ ഒരു നാടക ഭ്രാന്തൊക്കെ പറയും, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇനി കുറച്ച് പേര് കൂടി ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കാം. എൻ്റെ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് UT സുരേഷ്. എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ബാങ്കിലാണ്, നാടക പ്രവർത്തനമുണ്ട്. ബാങ്കിൽ വർക്ക് ചെയ്യാണ്. കോഴിക്കോടാണ്, കോഴിക്കോട് ബേപ്പൂർ. അപ്പോൾ ഇറ്റ് ഫോക്കിന് മുന്നേ വന്നിട്ടുണ്ടോ? തുടക്കം മുതലുള്ള വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തവണത്തെ ഇറ്റ് ഫോക്കിൽ എന്താണ് മാറ്റം ഫീൽ ചെയ്യുന്നത്? മാറ്റം ഒന്നാമത് മാർച്ച് മാസം ആയിപ്പോയി പെട്ടെന്ന്. അത് നമ്മുടെ ഒരു ടൈമിങ്ങിന് പറ്റിയത്. കാരണം ഇയർ എൻഡിങ് വർക്കുകളുടെ ഇടയിൽ ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൺഡേയും ഒരു ശിവരാത്രി ലീവ്, മറ്റൊരു സൺഡേ, ഈ ഒരു 3 ദിവസമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതൊരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ ഇറ്റ് ഫോക്ക് നിർത്താൻ പോവുകയാണെന്നുള്ളൊരു, ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അക്കാദമി. അതിൽ ആദ്യം അവരെ അഭിനന്ദിക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അതിന് കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് മുമ്പ് അമേച്ചർ നാടക മത്സരം കഴിഞ്ഞു. അത് നല്ല രീതിയിൽ ഗംഭീരമായിട്ട് അവതരിപ്പിക്കപ്പെട്ട നല്ല നാടകങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ അവാർഡ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ തുടർന്ന് ഇതുമായി കൂടെ വരുമ്പം വളരെ നാടക പ്രവർത്തനം ഒരു വളരെ ശക്തമായിട്ട് എനർജി ആയിട്ട് ഇങ്ങനെ ഇന്നലെ കണ്ടിന്യൂ പ്രവർത്തനമായിട്ട് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. തൃശ്ശൂരുണ്ട്. അല്ല, ഈ ലീവുള്ള ദിവസങ്ങളിൽ ഞായറാഴ്ച, ശിവരാത്രി ലീവ്, ലാസ്റ്റ് സൺഡേ, ഇത്രയേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ടിക്കറ്റ് ഓൺലൈനിലാകെ 2-3 ടിക്കറ്റേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒക്കെ സോൾഡ് ഔട്ടായി. പിന്നെ ഇവിടെ വന്നപ്പോൾ 7 മണിക്കിൻ്റെ ഷോക്ക് ഞങ്ങൾ 4 മണി മുതൽ ഇവിടെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതിന് എന്തെങ്കിലും ഒരു മാർഗം അക്കാദമി കാണണം. അങ്ങനെ ക്യൂ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് അവിടെ എൻട്രിയിൽ ക്യൂ നിൽക്കണം. ഇതൊക്കെ ഭയങ്കര ഒരു നാടകം കാണാൻ വേണ്ടിയിട്ട് ഇത്രയും എനർജി മറ്റ് സ്റ്റേറ്റിലൊക്കെ അങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് തോന്നുന്നില്ല. ഡൽഹി ഫെസ്റ്റിവലായാലും ബാംഗ്ലൂർ ഇവിടങ്ങളൊക്കെ ഫെസ്റ്റിവൽ നടക്കുമ്പം ഇത്ര ഒരു റിസ്ക്കി ആയിട്ട് ഒരു നാടകം കാണേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. അതൊന്നുകൂടി ഈസിയാക്കാൻ വേണ്ടിയിട്ട് അക്കാദമി ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. I've been coming to this festival since 4 years, and it was very thrilling, first year, second year and all. And this time they said they cancelled it, and again somebody sent a message, it's going to happen. And normally I booked trains 15 days before. I booked, but I didn't get, but I got it. But I came, but actually outside there is a stadium. Outside this compound, every year there are so many nice programs happening there, outside this. But this time they have not
constructed any stadium and all. So something may not happen. But the programs which happened there were very, very good. And it could accommodate about 800 to 1,000 people. But I'm a little sad that that stadium is not built. So they are doing in a very difficult situation because they have to conduct this. I mean theatre lovers. And this year not many plays so. Only 10 plays plus 5 plays from Europe. So they may keep on repeating. So I'm looking forward for the international plays. Morning I had a ticket, Russian play 9:30, but I reached Thrissur only by 9:30 in the train. So I missed it. I saw one play called Nights. The subtitles are not very clear. The ambience is not so good, The subtitles you cannot read at all. And also sometimes very difficult to sit and watch. When you enjoy something, you should sit comfortably in a seat and watch, So I'm looking forward for some very nice things to happen. ഇറ്റ്ഫോക്ക് 2025 അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മറ്റ് കൂടുതൽ മികവാർന്ന വിശേഷങ്ങളുമായി നാളെ കാണാം.